പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ തൻ്റെ തന്നെ പ്രബോധനങ്ങളെ തന്നിൽ വിശ്വസിക്കുന്നവർ എങ്ങനെ മനസ്സിലാക്കണം എന്നതിനെക്കുറിച്ച് ഒരു മാർഗനിർദ്ദേശം നൽകുകയാണ്. സാധാരണഗതിയിൽ പ്രസംഗകരെല്ലാം അവകാശപ്പെടുന്നത് താൻ പറയുന്നത് മാത്രമാണ് ശരി, അങ്ങനെ ഒരു ശരിയുള്ളൂ എന്ന നിലയ്ക്കാണ്. അവർ പറയുന്നതിനെ വീണ്ടും നമ്മൾ ചോദ്യം ചെയ്യുന്നതിനെ അവർ ഇഷ്ടപ്പെടാറില്ല. വിൻസ്റ്റൺ ചർച്ചിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ പറയുന്നു. അദ്ദേഹം പറയുകയാണ്, നമ്മൾ പ്രസംഗത്തിൽ എന്തു പറയുന്നു എന്നതല്ല, എത്ര വിശ്വസനീയമായി പറയുന്നു എന്നതാണ് പ്രസംഗത്തിൻ്റെ മികവ് നിർണ്ണയിക്കുന്നത് എന്നതാണ്. അദ്ദേഹവും ലോകചരിത്രത്തിലെ പല നേതാക്കന്മാരും ഇങ്ങനെ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും കപടതകളുമൊക്കെ പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിച്ച് അവരിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത് ലോക ജനതയ്ക്ക് തന്നെ വലിയ ദോഷമാക്കി മാറ്റുന്ന ക്രൂരകൃത്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഈശോ വ്യത്യസ്തനാകുന്നത്. ഈശോ പറയുകയാണ്, ഞാൻ പറയുന്നതെല്ലാം ഒരു അനുയായി വൃന്ദം പോലെ നിങ്ങൾ അതുപടി വിശ്വസിക്കേണ്ടതില്ല. നമ്മൾ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, ഫാൻസ് ക്ലബ്ബുകൾ കണ്ടിട്ടില്ലേ? ഒരു ഹീറോയ്ക്ക്, ഒരു ജനനായകന് ഒക്കെ അനുയായി വൃന്ദമുണ്ട്. അവർ പറയുന്നത് ഈ ഹീറോ അഭിനയിച്ച സിനിമയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സിനിമ, ഏറ്റവും തട്ടുപൊളിപ്പൻ സിനിമയായാൽ പോലും അവരങ്ങനെ പറയും. അയാൾ പറഞ്ഞ ഡയലോഗുകൾ, അയാളുടെ മൂവ്മെൻറ്റ്സുകൾ, അതൊക്കെയാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് പേർത്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു അനുയായി വൃന്ദം ഈശോയുടെ ചുറ്റും കൂടുന്നത് ഈശോ മനസ്സിലാക്കുന്നു. ഈശോ പറയുന്നതിന് മാത്രം വലിയ വാല്യൂ കൊടുക്കുന്ന കുറേ പേർ. അതുകൊണ്ട് ഈശോ മനഃപൂർവ്വം അവരിൽ നിന്ന് ഒരു അകലം പാലിക്കുകയാണ്. നിങ്ങളങ്ങനെ ഞാൻ പറയുന്നത് അതേപടി വിഴുങ്ങേണ്ടതില്ല. നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഈശോ പറയുന്നു, ഞാൻ എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത്. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നു. എന്നിട്ട് ഈശോ പറയുകയാണ്, ഞാൻ ഈ പറയുന്നതും എന്നിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ശരിയാകുന്നതും എപ്പോഴാണ്, ഏത് കണ്ടീഷനിലാണ്, ഏത് മാനദണ്ഡത്തിലാണ്? അതിന് ഈശോ പറയുകയാണ്, അങ്ങനെ എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഈശോ പറയുന്ന മാനദണ്ഡം ഇതാണ്, ഞാൻ പറയുന്നത് ദൈവം പറയുന്നതാണോ, എന്നിൽ സ്വമേധയാ ഞാൻ പറയുന്നതല്ല, പകരം എന്നെ അയച്ച ദൈവം എന്നോട് പറയാൻ പറഞ്ഞതാണോ എന്ന് നിങ്ങൾ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ്? എൻ്റെ വാക്കുകളിൽ പ്രകാശമുണ്ടോ, ഞാൻ പ്രകാശമാണോ എന്നത് നോക്കിയിട്ടാണ്. ഈശോ പറയുകയാണ്, ക്രിസ്തുവായ ഞാൻ തന്നെ പറയുന്നു, ഞാൻ പറയുന്നതിലെല്ലാം അന്ധകാരമാണുള്ളത് എങ്കിൽ അത് നിങ്ങൾ ദൈവത്തിൻ്റെ വചനമായി സ്വീകരിക്കേണ്ടതേയില്ല. നമ്മളുടെ വാക്കുകൾ പ്രസംഗങ്ങളിലൊക്കെ അന്ധകാരം, ഒരു പ്രസംഗം കേട്ട് കഴിയുമ്പോൾ ശാപങ്ങളെക്കുറിച്ചും നമുക്ക് കൊടുത്ത് വീട്ടാൻ പറ്റാത്ത കടങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള അന്ധകാരം നമ്മുടെ മനസ്സിൽ നിറയുന്നുണ്ടെങ്കിൽ അവിടെ അത് ദൈവത്തിൽ നിന്നും തന്നെ വരുന്ന വചനമാണോ എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ശരിക്കും ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ പ്രകാശം നിറയ്ക്കുന്നതാണ്, അത് വെളിച്ചമാണ്. ക്രിസ്തു പറയുകയാണ്, അതുകൊണ്ട് എൻ്റെ വാക്കുകളിൽ വെളിച്ചം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ എൻ്റെ വാക്കുകളെ പോലും നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല എന്ന് ഈശോ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈശോയെ സംരക്ഷിക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ കൂട്ടം കൂടുന്ന ഒരു കാലഘട്ടമാണിത്. പക്ഷെ പലപ്പോഴും അങ്ങനെ ക്രിസ്തുവിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്തും വലിയ അന്ധകാരവും വിതയ്ക്കാൻ തയ്യാറാണവർ. അഥവാ അന്ധകാരം വിതയ്ക്കുന്നതിലും വലിയ തെറ്റില്ല എന്ന് കരുതുന്നവരാണ്. അപ്പോഴോർക്കുക, അന്ധകാരം വിതയ്ക്കുന്നതിൽ ദൈവത്തിൽ നിന്ന് വരുന്ന വചനങ്ങൾ അപ്രസക്തമാണ്. ദൈവത്തിൽ നിന്ന് വരുന്ന വചനങ്ങൾ അപ്രത്യക്ഷമാണ്. അതുകൊണ്ട് അതിൽ ദൈവം ഇല്ല. ക്രിസ്തുവിൻ്റെ തന്നെ ജീവിതം എടുത്തു നോക്കൂ. ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പാപിനിയായ സ്ത്രീയുമായി ആളുകൾ വരികയാണ്. പാപിനിയായ സ്ത്രീയെ കൊണ്ടുവരുന്ന ആളുകളെ
നിയമപരമായി അന്ന് നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറ്റം വിധിക്കാൻ പറ്റില്ല. അവർ നിയമത്തിന് വിപരീതമായി ഒന്നും ചെയ്യുന്നില്ല. നിയമത്തിൽ പറയുന്നത് പോലെയാണ് അവർ അവളെ പിടിച്ചത്. അതിനുശേഷം അവളെ റോഡിൽ കൂടി കൊണ്ടുവന്നത്. ഇപ്പോൾ അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അവരെ കുറ്റം വിധിക്കാൻ നമുക്ക് കഴിയില്ല. നിയമത്തിന് വിരുദ്ധമായി അവരൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് അവളെ കൊണ്ടുവരുമ്പോൾ ക്രിസ്തു സാധാരണ രീതിയിൽ ക്രിസ്തു പറയേണ്ടത് നിങ്ങളുടെ നിയമത്തിന് ശകലം പ്രശ്നമുണ്ട് എന്ന നിലയ്ക്കാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അത് ജനങ്ങളെ ചൊടിപ്പിച്ചേക്കാം, അവർക്ക് ദേഷ്യം കൂടിയേക്കാം. അതുകൊണ്ട് അതൊരു ചെറിയ അന്ധകാരമെങ്കിലും ആയിപ്പോയേക്കാം എന്ന് ഓർമ്മയുള്ളത് കൊണ്ട് ഈശോ സാധാരണ രീതിയിൽ നിങ്ങളുടെ നിയമത്തിൻ്റെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഈശോ ഇവിടെ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നതേയില്ല. പകരം അവരോട് പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന്. അവളെ വിധിക്കാനല്ല, പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് ഈശോ പറയുന്നു. അത് ഒരു പ്രകാശ കണമായി കല്ലുകളേന്തിയ ആ മനുഷ്യരുടെ ഉള്ളിലേക്ക് വീണു പതിച്ചു. ആ പ്രകാശ കണമാണ് കല്ലുകൾ അവരുടെ കയ്യിൽ നിന്നും ഊർന്നു വീഴുവാൻ ഇടയാക്കിയത്. പ്രകാശം വിതച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റേതാണ് എന്ന് ക്രിസ്തു സാക്ഷ്യപ്പെടുത്തുന്നു. അതിനുശേഷം ക്രിസ്തു അവളോട് പറയുകയാണ്, ഇനിമേൽ പാപം ചെയ്യരുത്. അവളെ സംബന്ധിച്ച് അന്ധകാരത്തിലേക്കാണ് അവൾ നയിക്കപ്പെട്ടത്, മരണത്തിലേക്കാണ് അവൾ നയിക്കപ്പെട്ടത്. പക്ഷേ ആ മരണത്തിൻ്റെ പടിവാതിൽക്കൽ നിന്നും ദൈവം തൻ്റെ പ്രകാശം അയച്ച് ദൈവം ജീവനായി അവളുടെ മുൻപിൽ അവതരിക്കുന്നു. പ്രകാശമായി ജീവനായി അവതരിക്കുന്നു. എന്നിട്ട് ദൈവം അതീവ കാരുണ്യം, അതീവ ദയ, അതീവ ക്ഷമ, ഒരിക്കൽ കൂടി വീണ്ടും തെറ്റുകൾക്ക് വിപരീതമായി നടക്കാൻ അവളെ അനുവദിച്ചുകൊണ്ട് ദൈവം സ്നേഹമായി അവളെ പൊതിഞ്ഞു നിൽക്കുന്നു. നോക്കൂ, ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ, അവൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രകാശത്തിനാണ് അവൻ സാക്ഷ്യം നൽകുന്നത്. എന്നിട്ട് ക്രിസ്തു പറയുകയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ എന്നെ അല്ല നിങ്ങൾ അനുകരിക്കേണ്ടത്, എന്നെ അയച്ച ദൈവത്തെയാണ്, അതീവ കാരുണ്യമായ ദൈവത്തെയാണ്, അതീവ സ്നേഹമായിട്ടുള്ള ദൈവത്തിനെയാണ്. എന്നിട്ട് ഈശോ പറയുന്നു, ഇനി നിങ്ങൾ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടും നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളെ വിധിക്കാൻ പോകുന്നില്ല. അങ്ങനെ നിങ്ങളെ വിധിച്ച്, നിങ്ങളെ ശപിച്ച്, നിങ്ങൾക്ക് വിധി മേടിച്ചു തരുന്ന ഒരു ന്യായാധിപനായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നതല്ല. ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. എത്രയധികം കൂടുതൽ നടന്നാൽ, എത്രയധികം ദൂരം കൂടുതൽ നടന്നാൽ, എത്രയധികം വസ്ത്രങ്ങൾ നിങ്ങൾക്ക് നൽകിയാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രകാശം കാണാൻ കഴിയുമോ, അതുവരെ നിങ്ങളോടൊപ്പം നടക്കാൻ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ട ദൈവമാണ് ഇത്. എന്നിട്ട് ക്രിസ്തു പറയുകയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിധിക്കുകയില്ല. പക്ഷേ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നിങ്ങൾ എന്നിട്ടും പ്രകാശത്തെ കണ്ടില്ല എങ്കിൽ നിങ്ങളെ വിധിക്കുന്നത് ഞാനല്ല, അത് ദൈവം നിങ്ങളോട് ചോദിക്കും. അത് ദൈവത്തിന് ഈശോ വിട്ടുകൊടുക്കുകയാണ്. അവിടെയും വിധി തീർപ്പിന് ഈശോ നിൽക്കുന്നില്ല. പ്രിയമുള്ളവരെ, വിധി തീർപ്പുകളുടെ കാവലാളാവുന്നതിനൊക്കെ നമ്മൾ വല്ലാത്ത ആകാംക്ഷ കാണിക്കാറുണ്ട്. കാരുണ്യമാവുന്നതിന്, സ്നേഹമാകുന്നതിന്, പ്രകാശമാകുന്നതിന് അതീവ ബലം നമ്മൾ ശേഖരിക്കേണ്ടിയിരിക്കും. ക്രിസ്തുവിനോടൊപ്പം നടക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ വാക്കുകൾ പറയുമ്പോൾ അവയിലെല്ലാം പ്രകാശത്തിൻ്റെ കണമുണ്ട് എന്ന് വീണ്ടും വീണ്ടും നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ പ്രകാശത്തെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ പെട്ടെന്ന് അംഗീകരിക്കും എന്ന് വിചാരിക്കരുത്. അപ്പോഴാണ് അവർ ക്രിസ്തുവിനോട് ചോദിക്കുന്നത്, നീ ആ ജോസഫിൻ്റെ മകനല്ലേ, മറിയം നിൻ്റെ അമ്മയല്ലേ, അവരെയൊക്കെ ഞങ്ങൾക്കറിയാം, പിന്നെ നിൻ്റെ സഹോദരിമാർ അവരൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ള, ഞങ്ങളുടെ അതേ ലെവലിൽ തന്നെ ഉള്ള ആൾക്കാരല്ലേ എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ അവർ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നതും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട്
ഞാനും ഈ പറയുന്നത് ഈ പ്രസംഗം നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല, നിങ്ങൾ മനസ്സിലാക്കണമെന്നുമില്ല. ഇതിലെന്തെങ്കിലും പ്രകാശത്തിൻ്റെ കണങ്ങളുണ്ടെങ്കിൽ മാത്രം ഇതിനെ സ്വീകരിച്ചാലും മതിയാവും. ദൈവം നമ്മെ അനുഗ്രഹിക്കും.